നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസം മുമ്പ് ജപ്തി നടപടിയുമായി ബാങ്ക് അധികൃതർ എത്തിയപ്പോഴാണ് ഈ കഥ പുറം ലോകം അറിയുന്നത്. ശാലിനി എന്ന യുവതിയും കുടുംബവും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. സംഭവം അറിഞ്ഞ് അവിടെ എത്തിയ പോലീസും നാട്ടുകാരും ഇടപെട്ടതോടുകൂടിയാണ് ജപ്തി ചെയ്യാനെത്തിയ ബാങ്ക് അധികൃതർ തൽക്കാലമായി ജപ്തി നടപടി നിർത്തിവെച്ച ശേഷം തിരിച്ചുപോയത്. അതുമാത്രമല്ല, മാർച്ച് മാസം 4-ാം തീയതിക്ക് മുമ്പ് പണം അടയ്ക്കണമെന്ന് ബാങ്ക് അധികൃതർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ എങ്ങനെയാണ് ഈ ബാങ്കിന്റെ ബാധ്യത തീർക്കുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ശാലിനി. ഇനി കഥയിലേക്ക് വരാം. സംഭവങ്ങൾ തുടങ്ങുന്നത് 2013-ലാണ്. ഗൾഫിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മനോജ് എന്ന 41-കാരൻ കേരളത്തിലെ ഒരു പ്രമുഖ TV താരത്തിന്റെ സഹോദരനും അയാളുടെ ബന്ധുവുമായി പരിചയപ്പെടുകയുണ്ടായി. തുടർന്ന് ഗൾഫിൽ പഴം പച്ചക്കറി എന്ന കൂട്ടുകച്ചവടം തുടങ്ങാനായി മനോജിന്റെ പേരിലുള്ള ചെമ്പഴന്തി എന്ന സ്ഥലത്തെ വീടും 8.5 സെന്റ് സ്ഥലവും ഭൂമിയും സുഹൃത്ത് ദീപു നായരുടെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കുടുംബം മുഴുവനുമായി സുഹൃത്തുക്കൾ ഒരുക്കിയ വലിയ ചതിക്കുഴിയിൽ പെടുകയായിരുന്നു. സുഹൃത്തിനോടുള്ള വിശ്വാസം കൊണ്ട് കിടപ്പാടം പോലും പണയപ്പെടുത്തി വൻ സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. യുവതിയുടെ ഭർത്താവായ മനോജ് എന്ന 41-കാരൻ ദുബായിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. നാട്ടിൽ ബാങ്കുകാർ ജപ്തി നോട്ടീസുമായി എത്തിയതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയാണ് ഭാര്യ ശാലിനിയും കുടുംബവും. കൂട്ടു ബിസിനസ് എന്ന ആവശ്യത്തിനായി കരമനയുള്ള IDBI ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്ന് 48 ലക്ഷം രൂപ ലോൺ എടുക്കാനായിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. ഒരു മാസത്തിനകം തിരിച്ചെടുത്ത് കൊടുക്കാമെന്ന് ദീപുവിൽ നിന്ന് ഇവർക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് മനോജിന്റെ ഭാര്യ പറയുന്നത്. അവർ തന്നെയാണ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഉദ്ദേശിച്ച ബിസിനസ് കൃത്യസമയത്ത് നടത്താനായില്ല. തുടർന്ന് മനോജ് ദുബായിൽ നിന്നും ഒമാനിലേക്ക് പോവുകയും ചെയ്തു. അവിടെയും ദീപുവും അയാളുടെ ബന്ധുക്കളുമായി എത്തി മനോജിന്റെ സ്പോൺസറായ അറബ് സ്വദേശിയിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മനോജിന്റെ പാസ്പോർട്ട് പണയം വെച്ചാണ് ഇത്തരത്തിൽ പണം വാങ്ങിക്കൂട്ടിയത്. പണം കിട്ടിയതോടുകൂടി ദീപുവും ബന്ധുവും മുങ്ങുകയും ചെയ്തു. സ്പോൺസർമാരാകട്ടെ മനോജിനെതിരെ കേസ് കൊടുക്കുകയും മനോജ് ഒമാനിലെ ജയിലിലാവുകയും ചെയ്യുന്ന ഒരു ദുരിതസ്ഥിതി ഉണ്ടായി. ഇപ്പോൾ ജയിൽ മോചിതനായെങ്കിലും ബാധ്യത തീർക്കാതെ നാട്ടിലെത്താനാവാത്ത അവസ്ഥയിലാണ് മനോജ്. ബാങ്കുകാർ പലവട്ടം ലോൺ തിരിച്ച് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചെമ്പഴന്തിയിലെ മനോജിന്റെ വീട്ടുകാർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പെരുവഴിയിലായിരിക്കുകയാണ് ഈ കുടുംബം ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.